ഇത് 2021 മോഡലാണ്. 21 മോഡൽ അല്ലേ? വണ്ടി എത്ര കിലോമീറ്റർ കിലോമീറ്റർ 90 ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ. അതെ, അത് ഞാൻ അതിനനുസരിച്ച് മാക്സിമം റൈറ്റ് കുറച്ച് കൊടുത്തെങ്കിൽ ലേഡി ഓണർ സിംഗിൾ ലേഡി ഓണർ യൂസ് ചെയ്ത വാഹനമാണ്. കിലോമീറ്റർ വെറും 30,000 കിലോമീറ്റർ. സർവീസ് ഇല്ലേ? സർവീസ് ഫുൾ കമ്പനി സർവീസ്. ടയറൊക്കെ 4 മോഡൽ എത്രയായിരുന്നു? മോഡൽ 21 ജനറേഷൻ. ഏറ്റവും ന്യൂ ഫേസ് ലിഫ്റ്റ് ആയ 14,75,000 രൂപ അല്ലേ? പുതിയ ഏകദേശം ഒരു 22 രൂപയോളം വില വരുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ, ഡീസലാണ്. നല്ല റേറ്റ് ആണ് പറഞ്ഞ റേറ്റ് ആണ്. ഈ ഒരു പ്രൈസിൽ സ്വിഫ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ എത്ര നമ്മൾ ആസ്കിന് 5.25 രൂപ, 5.25 ലക്ഷം റുപ്യക്ക് VXi സ്വിഫ്റ്റ് നമുക്ക് അത് 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറ്റ ഓണർ സിംഗിൾ ഓണർ. സ്ക്രീൻ ഉണ്ട്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. AC ഒക്കെ പക്കല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? വളരെ റെയർ ആയിട്ടുള്ള ഒരു പീസ്. അതെ, അതും എന്താണ്. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു KL47 ന്യൂസ് എടുക്കാസ് കൊടുങ്ങല്ലൂർ കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളും പ്രീമിയം കസ്റ്റമേഴ്സിന് പറ്റിയ വണ്ടികളും എല്ലാവർക്കും പറ്റിയ വണ്ടികൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 50-55,000 രൂപ മുതൽ 40 ലക്ഷം രൂപയോളം വരെ വരുന്ന വാഹനങ്ങൾ നമ്മൾ മാക്സിമം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകും. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവർക്ക് വീണ്ടും മലയാള മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കൂലേ? തീർച്ചയായിട്ടും. കാറ്റലോഗ് അവൈലബിൾ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ ഏകദേശം എത്ര പ്രൈസ് റേഞ്ച് മുതൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒരു 60,000 മുതൽ 40 ലക്ഷം വരെയുള്ള വണ്ടികൾ നമ്മൾ അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ മലയാള മീഡിയയിൽ പ്രേക്ഷകർ വന്നാൽ എന്തെങ്കിലും ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് ലോൺ പാസ്സായി കൊടുക്കാം. പിന്നെ ഒരു 3 ദിവസത്തിനുള്ളിൽ വണ്ടി ഉണ്ടാവുന്ന സെറ്റപ്പിലേക്ക് ഉണ്ടാവും. പിന്നെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ഫ്ലഡ് അതിനൊക്കെ എന്തെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാല്ലേ? ഓക്കെ, വന്നിട്ട് ഞങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് വാഹനം എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എല്ലാവരും എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് റിഡ്സ്. അതും പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റെനൻസും കുറയും, അത്യാവശ്യം മൈലേജും കിട്ടൂലേ? ഡീറ്റെയിൽ അതിന് വരുന്നത് 2014 മോഡലാണ്. 14 മോഡല്. കിലോമീറ്റർ 40,000 മാത്രം ഓടിയിട്ടുള്ളൂ. 40,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഫുൾ കമ്പനി സർവീസ്, സിംഗിൾ ഓണറിലാണ് വണ്ടി. സിംഗിൾ ഓണർ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഒക്കെ 80% ഉണ്ട്. ടയറും ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർ റിഡ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. വന്നാലും വലിയ മോശമൊന്നുമില്ല. എന്തൊക്കെ ഫിറ്റിംഗ്സ് വരുന്നുണ്ട് വണ്ടിയില്? ഫിറ്റിംഗ്സ് സീറ്റ് കവർ വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ കാണാൻ സാധിക്കും. ടച്ച് സ്ക്രീൻ ഉണ്ട്. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. AC ഒക്കെ പക്കല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ് അല്ലേ? വളരെ റെയർ ആയിട്ടുള്ള ഒരു പീസ്. അതെ, അതും എന്താണ് അതാണ് ഇതിന്റെ പ്രത്യേകത. ടയർ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ടയറുണ്ട്. സെൻസറും റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്ന വണ്ടിക്ക് നമ്മൾ എത്രയാണ് ആവശ്യപ്പെടുന്നത്? നമ്മൾ 4,20,000 രൂപയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്, അതുകൊണ്ടാണ് റേറ്റ് ഇത്ര മാർക്കറ്റ് പ്രൈസ് കൂടുതൽ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് വാഗണർ പരിചയപ്പെടാം. അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരാള് മാത്രം സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഒരു കണ്ടീഷൻ വണ്ടിയോടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ റോഡ് പണി ടെസ്റ്റ് കഴിഞ്ഞോ? ഓക്കെ, ഇനിയിപ്പോ പുത്തൻ പേപ്പർ എടുത്ത് കൊടുക്കാം. ഈ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഡെലിവറി സമയത്ത് കഴുകി പോളിഷ് ചെയ്തിട്ട് കൊടുക്കൂലേ? ഓക്കെ, വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മള് 1.40 ആണ് ചോദിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോൺ കിട്ടാൻ സാധ്യത കുറവല്ലേ? ലോൺ നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. ചെറിയ ലോൺ നമുക്ക് കൊടുക്കാൻ നോക്കാം. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാരുതി വണ്ടിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഒരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. സ്വിഫ്റ്റ് ഈ ഒരു പ്രൈസിൽ സ്വിഫ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ എത്ര നമ്മൾ ആസ്കിന് 5.25 ലക്ഷം റുപ്യക്ക് VXi സ്വിഫ്റ്റ് നമുക്ക് 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറ്റ ഓണർ സിംഗിൾ ഓണർ. അതെ, നല്ല ഹൈ ക്ലാസ് ബോഡി. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങള് ഒന്നുമില്ല, ഗ്യാരണ്ടി പറയല്ലേ? ഇന്റീരിയർ എല്ലാം പക്ക നീറ്റ് ആണ്. കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയറും നല്ല ക്വാളിറ്റി വാഹനമാണ്. എത്ര ഇതിന് ആസ്കിന്? 5.25 രൂപ. അതില് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. നമുക്ക് 5 ലക്ഷം രൂപ എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല ട്രാക്കുകളാണെങ്കിൽ മാക്സിമം ലോണും കിട്ടൂലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നല്ല കിഡിലിയൻ അലോയ് വീലൊക്കെ ചെയ്ത കിഡ് പരിചയപ്പെടാം. ഇത് ഇമ്പോർട്ടഡ് അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല ക്ലാസ് ആണ് വണ്ടി. അതെ, കാണാൻ തന്നെ നല്ലൊരു അലോയ് വീൽ വന്നോടുകൂടെ വണ്ടിയുടെ ഷേപ്പ് അങ്ങോട്ട് മാറി. ഡീറ്റെയിൽ അതിന് വരുന്നത് ഇത് 2020 മോഡലാണ്. 21 രജിസ്ട്രേഷൻ ആണ്.
കിലോമീറ്റർ 17,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. അതെ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഫേസ് ലിഫ്റ്റ് വണ്ടിയും കൂടിയാണ്. അതെ. പുതിയ മോഡലാണ്. അതെ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. വലിയ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ട എല്ലാ ബേസിക് ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. എത്ര ഇതിന് ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് 5 ലക്ഷം രൂപയാണ് ചോദിക്കണേ അല്ലേ. നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. കസ്റ്റമർ നേരിട്ട് വരികയാണെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ക്ലൈംബർ എഡിഷനും കൂടിയാണ്. ക്ലൈംബർ എന്ന് പറഞ്ഞ എഡിഷൻ ഓട്ടോമാറ്റിക്. അതെ, ഡ്യുവൽ ടോൺ ഒക്കെ ലേഡീസിനൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല കളറുമാണ്, കിടിലൻ കളറാണ്, ബ്ലൂ ആണ്. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് വെന്യൂ പരിചയപ്പെട്ട ഡീസലോ പെട്രോളാ? ഇത് പെട്രോൾ ആണല്ലേ. അപ്പൊ ഒരു 15 റേഞ്ച് മൈലേജ് എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ വണ്ടി ഓവറോൾ കണ്ടീഷനും മോഡലും കാര്യങ്ങളൊക്കെ 2019 മോഡലാണ്. ഓണർ സിംഗിൾ അല്ലേ. കിലോമീറ്റർ ഒക്കെ വളരെ കുറവാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതിന്റെ പേരിലുള്ള പൊടി പിടിച്ചിട്ടുള്ള അതൊക്കെ നമ്മള് ഡെലിവറി സമയത്ത് ക്ലിയർ കൊടുക്കും. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിന് ടയറും വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി സിസ്റ്റം, എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയാണ് ആസ്ക് ചെയ്യുന്നതിന്? നമ്മള് 7.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 7.5 ലക്ഷം രൂപ അല്ലേ. ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. നമുക്ക് മാക്സിമം മേടിച്ചു കൊടുക്കാം. ഒരു 6 ലക്ഷം രൂപ എന്തായാലും നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ലേ. ഓക്കെ, മാക്സിമം ലോൺ കിട്ടും. പറഞ്ഞ റേറ്റിന് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് തരുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഒരുപാട് ഷോറൂമിൽ കണ്ടു വരാത്തൊരു വാഹനമാണ് അൽക്കസാർ അല്ലേ. ഹുണ്ടായിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന വാഹനം. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? 2021 മോഡലാണ്. 21 മോഡൽ. അതെ. ഓക്കെ, കിലോമീറ്റർ ഓടിക്കുന്നത് 75 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസലാണ്, മാനുവൽ ആണ്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും അല്ലേ? സിംഗിൾ ആണ്. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷനിൽ താഴെ. സൺറൂഫ് പനോറമിക് ആണ്. അലോയ് വരുന്നുണ്ട്. അലോയ് വീൽസ്, ബാക്ക് വൈപ്പർ, റിയർ ഡിഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോസിന്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. ഇത് വന്നാൽ ഈ ഡാഷ്ബോർഡ് തന്നെ നോക്കുമ്പോൾ നമുക്ക് ലെതർ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കില്ലേ. ഒരു ലക്ഷറി ഇന്റീരിയർ, ഡ്യുവൽ ടോൺ ആണ്. പിന്നെ സേഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത വാഹനമാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാഹനമാണ്. എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാഹനത്തിന്? നമ്മള് 14,75,000 രൂപ. 14,75,000 രൂപ അല്ലേ. പുതിയ ഏകദേശം ഒരു 22 രൂപ വില വരുന്ന വണ്ടിയാണ്. വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഡീസലാണ്. നല്ല റേറ്റ് ആണ് പറഞ്ഞ റേറ്റ്. മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി എന്തെങ്കിലും അതിന് ചെയ്ത് കൊടുക്കും ചെയ്യാല്ലേ. പിന്നെ ചെയ്ത് കൊടുക്കാം. ലോണിന്റെ ആണെങ്കിലും മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ട്രാക്കും കാര്യങ്ങളും ആണെന്നുള്ളൂ. നമുക്ക് അടുത്തായിട്ട് ക്രെറ്റ ഡീസൽ പരിചയപ്പെടാം അല്ലേ. ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡലാണ്. 2018. അതെ, ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. ഡോക്ടറുടെ ചിഹ്നം കാണുന്നുണ്ട്. അതെ, ഒറിജിനൽ ഡോക്ടർ ഓണർ തന്നെയാണ്. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ ഓടിക്കുന്നത് 90 ആണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഡീസലാണ് വാഹനം വരുന്നത്. അപ്പൊ ഒരു 15-18 മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ ഓപ്ഷൻ SX അല്ലേ. 4 അലോയ് വീൽസും വരുന്നുണ്ട്. കീലെസ് എൻട്രി കാര്യങ്ങൾ ഒക്കെ വരുന്ന വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളും ബാക്ക് വൈപ്പറും കാര്യങ്ങളും വരുന്ന നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇപ്പൊ റോഡ് സൈഡിലായതുകൊണ്ടാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ക്ലിയർ ചെയ്ത് സെറ്റപ്പ് ആക്കി കൊടുക്കും. എത്ര ഇതിന് ആസ്ക് ചെയ്യണം? നമ്മളിതിന് ചോദിക്കുന്നത് 9,50,000 രൂപയാണ്. എന്നാലും നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും. ഓക്കെ, റീപ്ലേസ് ഇല്ലാന്ന് ഗ്യാരണ്ടി. കമ്പനി സർവീസ് ആണ്. ഫുൾ പക്ക കമ്പനി അല്ലേ. സിംഗിൾ ഓണർ ആണ്. ലോ കിലോമീറ്റർ ആണ് കേട്ടോ. നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഒരു താരത്തിനെ പരിചയപ്പെടാം. ഫോർച്യൂണർ. ഇതിന്റെ ഡീറ്റെയിൽ തന്നെയായിരുന്നു. ഇത് 2021 മോഡലാണ്. 21 മോഡൽ അല്ലേ. വണ്ടി എത്ര കിലോമീറ്റർ 90 ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ. അതെ, അത് ഞാൻ അതിനനുസരിച്ച് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുകയും ചെയ്യും. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. കറക്റ്റ് സർവീസ് അല്ലേ? കറക്റ്റ് സർവീസ് ആണ്. നല്ല ബോഡി ക്വാളിറ്റിയും എഞ്ചിൻ ക്വാളിറ്റി വണ്ടിയാണ്. ടൂ വീല് ഓട്ടോമാറ്റിക് ആണ്. സെറാമിക് കോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ വണ്ടി ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷൻ ആണ്. റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ആയിട്ട് ഫ്ലഡ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ഡിഫോഗർ, റിയർ വൈപ്പർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഡ്രൈവിംഗ് കംഫർട്ട് ആണ്. ടയോട്ടന്റെ വാഹനമാണ്. സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, 4 ഡോർ പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വാഹനമാണ്. എത്രയാണ് നമ്മൾ ഇതിനെ ആസ്ക് ചെയ്യുന്നത്? നമ്മള് 39 ലക്ഷം രൂപ ചോദിക്കണുള്ളൂ. അതെ, കിലോമീറ്ററിന്റെ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. പുതിയ ഏകദേശം 50 ലക്ഷത്തിന്റെ അടുത്ത് 54 ലക്ഷം രൂപ വരുന്നുണ്ട് അല്ലേ. മാർക്കറ്റിൽ ഇപ്പൊ എന്തായാലും ഒരു 40-42 രൂപ റേഞ്ചിലാണ് വണ്ടി കിടക്കണേ. അപ്പൊ ഈ കിലോമീറ്റർ വ്യത്യാസമുള്ള മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കണം. പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോണും കൊടുക്കാൻ പറ്റും.
അത്യാവശ്യം നല്ല കിടിലൻ വാഹനമാണ്. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ വണ്ടി നോക്കുന്നവർ പെട്ടെന്ന് വന്നോളി, നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് വാഹനം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ക്രെറ്റ പരിചയപ്പെടാം. ഇത് പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 1.6 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡലാണ്. 19 മോഡൽ. എത്ര കിലോമീറ്റർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ വെറൈറ്റി. എത്ര ഓടിക്കണേ? വെറും 10,000 കിലോമീറ്റർ ഓടിക്കണം. വെറും 10,000 കിലോമീറ്റർ. ഇത്ര കാലമായിട്ട് ഫുൾ കമ്പനി സർവീസ് തന്നെ. ഫുൾ കമ്പനി സർവീസ് ആണ്. അപ്പൊ സിംഗിൾ ഓണർ ആയിരിക്കും? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ ആണ്. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ആണ്. SX ഓപ്ഷൻ ഇല്ല, എന്നാൽ സൺറൂഫ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. 10,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. പിന്നെ ഒന്നും നോക്കാനില്ല അല്ലേ? ആകെ 2 സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പിന്നെ റിയർ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സീറ്റ് ഹവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? സൺറൂഫും വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? പക്കാ വണ്ടിയല്ലേ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 12 രൂപയാണ് ചോദിക്കുന്നത്. 12 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 12 ലക്ഷം രൂപ. ഓക്കെ. ലോൺ കിട്ടുമോ? ലോൺ കൊടുക്കാം. ഏകദേശം എത്ര? നമുക്ക് ഒരു 10 രൂപ ലോൺ കൊടുക്കാം. ലോൺ കിട്ടൂല്ലേ? ഒരു 2 ലക്ഷം റുപ്യന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അതെ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഡീസലാണോ? സ്വിഫ്റ്റ് ഡീസലാണ്. ഡീസലാണ് അല്ലേ? ഓക്കെ. ഡീറ്റെയിൽ തന്നെ വരുന്നത്? ഇത് 2017 മോഡലാണ്. 17 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. VDI ആണ്. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 90 ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസിലാണ്. പിന്നെ കൂടിയ അലോയിലും പുത്തൻ ടയർ 4 ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. എത്രയാണ് ഇതിനെ ആസ്ക് ചെയ്യുന്നത്? അപ്പൊ ഇത് നമ്മൾ ചോദിക്കുന്നത് 5,20,000 രൂപയാണ് ചോദിക്കണം. 5,20,000. എത്ര ലോൺ കിട്ടും? ലോൺ നമുക്ക് എങ്ങനെ പോലും 4,400,000 രൂപ ലോൺ കൊടുക്കാൻ പറ്റും. 4,4 ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വർണ്ണ പരിചയപ്പെടാം. ഡീസൽ പെട്രോളാ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് 1.6 ഫുൾ ഓപ്ഷൻ വണ്ടി. ഓപ്ഷണലാണ്. അതെ. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന 4 അലോയ് വീൽസ് വരുന്നുണ്ട്. ഡിഫോഗർ ഡോക്ടർ യൂസിന്റെ ചിഹ്നം കാണുന്നുണ്ട്. അതെ, ഡോക്ടർ തന്നെയാണ്, റിയൽ ഡോക്ടറാണ്. ഓക്കെ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർഷിപ്പിലാണ്. മോഡൽ വരുന്നത് 17 പാണ്ടാണ്. 18 മോഡൽ. അതെ. ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള വാഹനമാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റോറും കാര്യങ്ങളൊക്കെ ഒന്നും മുഷ്ടിലോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് AC ഉണ്ട്, സിസ്റ്റം വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 6 എയർ ബാഗ് ഒക്കെ വരുന്നില്ല വണ്ടിക്ക്. അതെ. എത്ര ആസ്ക് ചെയ്യണേ? നമ്മൾ ചോദിക്കുന്നത് 890 ആണ് ചോദിക്കണം. 890. ഓക്കെ. ലോൺ കിട്ടുമോ? ലോൺ മാക്സിമം കൊടുക്കാം. 8 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 8 ലക്ഷം രൂപ. 1 രൂപന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ പറഞ്ഞ നമുക്ക് സ്വന്തമാക്കാം അല്ലേ? പിന്നെ ഇത് അടുത്തായിട്ട് ക്രൂസ് പരിചയപ്പെടാൻ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ പവറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. എങ്ങനെ ഡീറ്റെയിൽ ആയിരുന്നു വണ്ടിന്റെ? ഇത് 2010 മോഡലാണ്. 10 മോഡൽ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫുൾ ഓപ്ഷൻ. LTZ. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയ പൈസക്ക് ഒരു പ്രീമിയം വണ്ടി. പിന്നെ വലിയ മെയിൻ്റെനൻസ് ഇല്ല, എന്നാലും ഒരു ആവറേജ് മെയിൻ്റെനൻസ് ഉള്ള ഒരു വാഹനമാണ്. വണ്ടി ഓവറോൾ കണ്ടീഷൻ റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഇഞ്ചൻ സൈഡ് ആയാലും ഗിയർ സൈഡ് ആയാലും ഒക്കെ പക്കയാണ് അല്ലേ? ബോഡി കമ്പനി അലൈവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ ഒന്നും പറയാനില്ല. ലക്ഷറി വാഹനമാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഉണ്ടാവും. പിന്നെ വണ്ടി ഓവറോൾ കണ്ടീഷൻ പക്കല്ലേ? ധൈര്യമായിട്ട് കൊടുത്തു. നല്ല പവറുള്ള വണ്ടിയാണ്. എത്ര കൊടുക്കുക ഈ വാഹനം? ഇത് നമ്മള് വെറും 2.25 ലക്ഷം രൂപ കൊടുക്കാം. വെറും 2.25 ലക്ഷം രൂപ. ഓട്ടോമാറ്റിക് ഡീസൽ. ഓക്കെ. അതിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് പുതിയ മോഡൽ ഹോണ്ട സിറ്റി പരിചയപ്പെടാം. പെട്രോളോ ഡീസലാ? പെട്രോള് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ. വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. സൺറൂഫും വരുന്നുണ്ട്. 4 അലോയ് വീൽസ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസും, 6 എയർ ബാഗ് വരും, ലെതർ സീറ്റ് വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, ഇൻഫോടൈൻമെന്റ് വരും, എല്ലാ ഫീച്ചേഴ്സും വരും. ഫുൾ ഓപ്ഷൻ. ഓക്കെ. വണ്ടി ഓവറോൾ കണ്ടീഷൻ റീപ്ലേസ്മെന്റ് ആയിട്ട് റീപ്ലേസ്മെന്റ് ആയിട്ടുള്ളത് ഒരു ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ഫ്രണ്ട് ഗ്ലാസ് അല്ലേ? ഓക്കെ. ബാക്കി മേജർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പക്കയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ലേഡി ഓണർ യൂസ് ചെയ്ത വാഹനമാണ്. കിലോമീറ്റർ വെറും 30,000 കിലോമീറ്റർ. സർവീസ് ഇല്ലേ? സർവീസ് ഫുൾ കമ്പനി സർവീസ്. ടയറൊക്കെ 4 പുത്തൻ ടയർ ഉണ്ട്. ഓക്കെ. മോഡൽ എത്രയായിരുന്നു? മോഡൽ 21 ജനറേഷൻ. ഏറ്റവും ന്യൂ ഫേസ് ലിഫ്റ്റ് ആയ വാഹനമാണ്. എത്രക്ക് നമുക്ക് കൊടുക്കാം? ഇത് നമുക്ക് 13 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് മാക്സിമം കസ്റ്റമർ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് കൊടുക്കാം. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. ഒരു 11 ലക്ഷം രൂപ ലോൺ കയറ്റി കൊടുക്കാം. മുടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രീമിയം വണ്ടി, മെയിൻ്റെനൻസ് ഇല്ലാത്ത വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് TUV പരിചയപ്പെടാം. ഡീറ്റെയിൽ തന്നെ 2016 മോഡലാണ്. 2016 മോഡൽ. T6 പറഞ്ഞ വരുന്നല്ലേ? 60,000 കിലോമീറ്റർ ഓടിയാണ്. ഓണറോ? സെക്കൻഡ് ഓണർ. 60,000 ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസിൽ വണ്ടി കണ്ടീഷൻ കാര്യങ്ങളൊന്നുമില്ല. 5 ടയറും പുത്തൻ.
ഇതടക്കം പുത്തനാണ് കേട്ടോ. അതും കിടിലൻ ടയറാണ് ഇട്ടിരിക്കുന്നത്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്. പിന്നെ മഹീന്ദ്രന്റെ വണ്ടിയല്ലേ, ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും. വളരെ കുറവാണ്. എത്ര കൊടുക്കാം? എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,40,000 രൂപയാണ് ചോദിക്കണത്. പിന്നെ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം, എന്തെങ്കിലും ലോണും കൊടുക്കാം. 5,40,000 രൂപ ചോദിക്കണത്, മാക്സിമം ലോണും കൊടുക്കാം. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾക്ക് തെരഞ്ഞാൽ കിട്ടൂല, കാരണം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ബോഡി ക്വാളിറ്റി. അതെ തീർച്ചയായിട്ടും. നമുക്ക് അടുത്തായിട്ട് ഡസ്റ്റർ പരിചയപ്പെടാം. ഡീസൽ അല്ലേ ഇത്? ഡീസൽ ഡീറ്റെയിൽ 2015 മോഡലാണ്. 15 മോഡല്. അതെ, 110 PS. 110 ആണ് വരിക. 80,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഫുൾ കമ്പനി സർവീസിൽ. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഓണർഷിപ്പോ സെക്കൻഡ് ഓണർ ആണല്ലേ. ഈ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം വരുന്നുണ്ട്. 86,000 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട്. 2015 ആണല്ലേ മോഡല്. എത്ര കൊടുക്കാം? നമുക്കിത് 5,500,000 രൂപ കൊടുക്കാം. 5,5 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ കിട്ടുമോ? ലോൺ ആണെങ്കിൽ ഒരു 4,00,000 രൂപ, നമുക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ 4,00,000 രൂപ 4 ലക്ഷം രൂപ ലോൺ കിട്ടൂലേ. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാൻ പറ്റിയ നല്ല കിടിലൻ വാഹനമാണ്. അപ്പൊ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ബലേനെ പരിചയപ്പെടാം. മോഡൽ എത്രയാണ് വരുന്നത്? ബലേന 20 മോഡൽ പെട്രോൾ ആണ്, 2020 മോഡൽ പെട്രോളും മാനുവൽ. അതെ. ഓക്കെ. എത്ര കിലോമീറ്റർ ആണ് കിലോമീറ്റർ ഓടിക്കണത്? 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ അല്ലേ. ഓപ്ഷൻ ഏതായിരുന്നു? സെക്കൻഡ് മറ്റേ സീറ്റ അല്ലേ. പുഷ്പട സ്റ്റാർട്ട് വരും, ഡയമണ്ട് കട്ട് അലോയ് വരും, റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ വരും, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. എത്ര ഇത് നമുക്ക് 7,15,000 രൂപയാണ് ചോദിക്കണത്. 7,15,000 രൂപ. അതെ. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് മാക്സിമം ഒരു 6 രൂപ കൊടുക്കാൻ പറ്റും. 6 രൂപ കൊടുക്കാം. അതെ. ഇതിപ്പോ നെഗോഷ്യബിൾ അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്, നമുക്ക് ചെയ്തു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം അല്ലേ. ഓക്കെ. നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡ് വരാൻ കിടക്കുന്നുണ്ട്. വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ 2 എപ്പിസോഡായിട്ട് ചെയ്യുന്നത്. വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവര് നിങ്ങൾ മെക്കാനിക്കിനെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതായത് ഷോറൂമിൽ കൊണ്ടുപോയിട്ടോ ചെക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് ബോധ്യമായ 100% ബോധ്യമായ മാത്രം വാഹനം എടുത്താൽ മതി. പിന്നെ വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. പിന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് വാഹനങ്ങളാണ്, കച്ചറ വണ്ടികളൊന്നും അല്ല. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.